മാരുതിയുടെ പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മാരുതിയുടെ ബലേനോ, ഇഗ്നിസ് തുടങ്ങി ഇപ്പോൾ ഇറങ്ങിയ സെലേറിയോയിൽ വരെ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 7 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടി. അപ്പോൾ കാണാൻ നല്ല ലുക്കാണ്. ആദ്യം തന്നെ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഇഗ്നിഷൻ ഓൺ ആക്കിയാലും നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യും. മാരുതിയുടെ ലോഗോയോട് കൂടിയ ഒരു തുടക്കമാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസിലേക്ക് വരും. മെയിൻ ഇൻ്റർഫേസ് തന്നെ കാണാൻ നല്ലൊരു ലുക്കായിട്ടുള്ള ഇൻ്റർഫേസാണ്. ഇതിന് പ്രധാനമായിട്ടും 4 സൈഡുകളിൽ 4 ഓപ്ഷനുകൾ, 4 സ്വിച്ചുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് വൺ പവർ ബട്ടണാണ്. അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് കണ്ണിലേക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്താൽ അറ്റ് എ ടൈം നമ്മൾ സോങ് പ്ലേ ചെയ്യുകയാണെങ്കിലും അത് വർക്ക് ചെയ്തോളും. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒന്ന് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിലത്തെ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. പിന്നെ നമുക്ക് മ്യൂസിക് സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. അത് മെയിനായിട്ടും 4 ഓപ്ഷനിൽ വരുന്നത് കണക്റ്റ് എന്ന ഓപ്ഷൻ ശരിക്കും എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. കൂടാതെ ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മീഡിയ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, പിന്നെ ഏത് മീഡിയയാണ് പ്ലേ ചെയ്യുന്നതെന്നും സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ ഫ്യൂവൽ എക്കോണമി ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണുക എന്നതാണ്. ഇത് തന്നെ ഡ്രൈവിംഗ് റേഞ്ച്, ആവറേജ് മൈലേജ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു വാണിങ്ങിൻ്റെ സ്ക്രീനിലുണ്ട്. എന്തെങ്കിലും വാണിങ് ആക്ടിവേറ്റ് ആണെങ്കിൽ ആ വാണിങ്ങിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൽ നമുക്ക് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരോ ട്രിപ്പിലും ഏകദേശം എത്ര മൈലേജ് കിട്ടി, ഇത് കറക്റ്റ് അല്ല എന്നാലും അവരുടെ ഒരു കാൽക്കുലേഷനിൽ എത്ര വെച്ച് മൈലേജ് കിട്ടി എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതായത് നമ്മളൊരു ട്രിപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മളൊരു ഫ്യൂവൽ റീഫില്ലിങ്ങിന് ഇടയിലുള്ള ഗ്യാപ്പിൽ എത്ര കിട്ടിയിരുന്നു അതിന് ഡേറ്റുകളുണ്ട്. ആദ്യം നമ്മൾ ഫ്യൂവൽ റീഫിൽ ചെയ്ത് എന്നിട്ട് സെക്കൻഡ് റീഫിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ അടിച്ച് ഇതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ ഒന്നും കൂടെ തുടങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടുകൾ വേണമെങ്കിൽ, അതായത് ബ്ലൂടൂത്ത് ഏതെങ്കിലും നമുക്ക് ഷോർട്ട് കട്ടിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും കൊടുക്കുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ട്. പിന്നെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഓരോ ആരോസ് ഉണ്ട്. അത് നമുക്ക് ചാനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ അതിനകത്തൊരു ഇൻഫോ സ്വിച്ച്, വോളിയം മ്യൂട്ടിൻ്റെ സ്വിച്ച്, അതുകൂടാതെ തന്നെ നമുക്ക് കോൾ എടുക്കുവാനും കോള് കട്ട് ചെയ്യുവാനും വോയിസ് കമാൻഡുകൾ കൊടുക്കാനുള്ള സ്വിച്ചുകൾ സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെറ്റിങ്സിൽ മെയിനായിട്ടും ജനറൽ സെറ്റിങ്സ് ഉണ്ട്, പിന്നെ വോയിസിൻ്റെ ഉണ്ട്, AM ഫോൺ സെറ്റിങ്സ് ഉണ്ട്. ജനറൽ സെറ്റിങ്സിൽ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മുകളിൽ ഡേ മോഡാണ് മെയിനായിട്ടുള്ളത്. അതുകൂടാതെ അടുത്ത് വരുന്ന ഡേറ്റ് ആൻഡ് ടൈം, നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ഡേറ്റും ടൈമും സെലക്ട് ചെയ്യാം. അത് 24 അവർ ഫോർമാറ്റിലോ 12 അവർ ഫോർമാറ്റിലോ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് വെഹിക്കിൾ അലേർട്സ് ആണ്. വെഹിക്കിൾ അലേർട്സിൽ മെയിനായിട്ടും ഡോർ ഓപ്പൺ, പാർക്കിംഗ് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ലോ ഫ്യൂവൽ, T4 ബാറ്ററി ഇവരെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ ലോ കീപാഡ് വൈൽ ഡ്രൈവിംഗ് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം. പിന്നെ വരുന്നത് ഒരു സെക്യൂരിറ്റി പിൻ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. കൂടാതെ സിസ്റ്റം ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. MD0421 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വേർഷനാണ് ഇപ്പോൾ കറൻ്റ് വർക്കിംഗ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി സ്ക്രോൾ ചെയ്യാതെ തന്നെ ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോസ് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ സെറ്റിങ്സിലേക്ക് വരാം. അതായത് ഓഡിയോ കൺട്രോളിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ബാസ്, ട്രബിള്, ലൊക്കേഷൻ ഓഫ് സ്പീക്കർ, അതായത് ബാലൻസിങ് ആൻഡ് ഫേഡർ, സ്പീഡ് ഡിപ്പെൻഡൻറ്റ് വോളിയം കൺട്രോൾ, ഈക്വലൈസർ ഒക്കെയാണ് വരുന്നത്. അത് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ വോയിസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷനുകളെല്ലാം നമുക്ക് ഒന്നുകൂടെ കാണിക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഇതിനകത്ത് തന്നെ വരുന്നതാണ് സിസ്റ്റം ബീപ്പ് സൗണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ട്യൂണർ സെറ്റിങ്സാണ്, AM-ൻ്റെയും DRM-ൻ്റെയും. പിന്നെ സ്മാർട്ട് ഫോൺ ലിങ്കേജുകൾ വരുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ലിങ്കേജ് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഫോൺ സെറ്റിങ്സിൽ നമുക്ക് മെസ്സേജ്, ഫോൺ റിംഗ് ടോൺ അതൊക്കെ കൺട്രോൾ ചെയ്യാവുന്നൊരു ചെറിയ ഓപ്ഷൻ കൂടെയുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്ത് USB കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. മെയിനായിട്ടും താഴ്ഭാഗങ്ങളിലാണ് മാരുതിയുടെ വണ്ടികളിൽ USB പോർട്ട് വരുന്നത്. USB ഓക്സ് പോർട്ടുകൾ ഒരുമിച്ചാണ് മെയിനായിട്ടും വരുന്നത്. നമുക്കതിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ USB റെക്കഗ്നൈസ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. USB കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മീഡിയ സെലക്ട് ചെയ്യാം. മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് USB ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. USB ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ ഒരു സോങ്ങാണ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. കൂടാതെ നമുക്കത് ഫോൾഡറായിട്ട് പോയാൽ വീഡിയോ, ഫോട്ടോസ് എല്ലാം കാണാവുന്നതാണ്. ഇനി നമുക്കൊരു സോങ് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും സെറ്റിങ്സിലുള്ള അതായത് മ്യൂസിക്കിൻ്റെ ബാസ്, ട്രബിൾ, ബാലൻസ്, ഈക്വലൈസറൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയാണ് സൗണ്ട് എഫക്റ്റ് എന്നൊന്ന് നോക്കാം. ബാലൻസ് ആൻഡ് ഫേഡർ എന്ന ഓപ്ഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ സ്പീക്കർ ഏതൊക്കെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഡ്രൈവർ സൈഡിൽ മാത്രം നമുക്ക് സൗണ്ട് കേൾക്കണമെങ്കിൽ ഡ്രൈവർ സൈഡ് മാത്രം ഇടാം, റൈറ്റ് സൈഡ് മാത്രം കേൾക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല ഒരു ആംബിയൻസിൽ കിട്ടുന്നതാണ്. ഇനി നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോയുടെ ക്വാളിറ്റിയും എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വോളിയം അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ മെയിനായിട്ടും നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് ബട്ടണും പ്ലേ ആൻഡ് പോസ് ബട്ടൺ മാത്രമാണ് കാണിക്കുന്നുള്ളൂ. 10 സെക്കൻഡ് ഫോർവേഡ് ബട്ടൺസ് ഒന്നും അത് അവൈലബിൾ ആയിട്ടില്ല. ഇനി വീഡിയോ പ്ലേ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. പാർക്ക് ബ്രേക്ക്, അതായത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിരിക്കുമ്പോൾ മാത്രമാണ് വീഡിയോ പ്ലേ ആവുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്ക് ബ്രേക്ക് താഴ്ത്തുകയാണ്. ദിസ് ഓപ്പറേഷൻ ഇസ് നോട്ട് പെർമിറ്റഡ് വൈൽ ഡ്രൈവിംഗ്, പ്ലീസ് പാർക്ക് യുവർ വെഹിക്കിൾ. ഹാൻഡ് ബ്രേക്ക് റൈസ് ചെയ്താൽ മാത്രമാണ് വീഡിയോ കാണാൻ പറ്റില്ല. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഞാനിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒന്നുകൂടെ റൈസ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ പ്ലേ അടിച്ച് നോക്കാം. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കുറേ പേർ പറയുന്നുണ്ട്, എങ്കിലും ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് പറയാം. മെയിൻ ഡിസഡ്വാൻറ്റേജ് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ മാത്രമാണ് വീഡിയോ പ്ലേ ആവുള്ളൂ. അതൊരു സേഫ്റ്റി ഫീച്ചറാണ് എങ്കിൽ പോലും നമുക്ക് കുട്ടികളൊക്കെ വണ്ടിയിലുള്ള സമയത്ത് അവർക്കൊരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ. അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. അറ്റ് എ ടൈം അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് മാരുതി കാണിക്കുന്നത്.
രണ്ടാമത് ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് എടുത്തു പറയാനുള്ളത് ഇതിനകത്തൊരു ഇൻബിൽഡ് GPS സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ GPS നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായുള്ളൊരു ഘടകമാണ്. അത് ഇതിനകത്തിൽ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സെയിം ടൈം നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള മാപ്പുകൾ സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആക്യുറസി വളരെ കുറവായിരിക്കും. ആൻഡ്രോയിഡ് ഓട്ടോനെ കുറിച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം മറ്റൊരു വീഡിയോയിൽ കാണിക്കുക. പിന്നീട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ടച്ച് ക്വാളിറ്റിയാണ്. നമുക്കിപ്പോൾ ഫ്രഷ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ടച്ച് ക്വാളിറ്റി കുറയാനുള്ളൊരു ചാൻസ് ഇപ്പോഴേ കാണുന്നുണ്ട്. ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, നല്ല വശങ്ങൾ എന്ന് പറയുന്നത് ഇതിനൊരു നല്ലൊരു ലുക്ക്, നല്ലൊരു ഇൻ്റർഫേസ് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ടുള്ളത് ഇതിൻ്റെ മൈലേജ് കാണുന്നത്. ഞാൻ ഓൾറെഡി മൈലേജ് കാണിച്ചിട്ടുണ്ട്. മൈലേജ് കാണുക എന്നുള്ളതാണ്. അത് നമുക്ക് സ്ക്രീനിൽ തന്നെ ഓരോരോ ട്രിപ്പിൻ്റെ ഡേറ്റിൻ്റെയും നല്ല വ്യക്തമായി തന്നെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത്രയേ ഉള്ളൂ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൽ മെയിനായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വഴി കുട്ടികൾക്ക് ഗെയിം വരെ ഇത് കളിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇനി എല്ലാവർക്കും വരുന്നൊരു മെയിൻ, അതായത് പുതുതായിട്ട് വണ്ടി എടുക്കുന്ന എല്ലാവർക്കും വരുന്നൊരു മെയിൻ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കണോ അതോ പുറത്തുനിന്ന് നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കണോ എന്നുള്ളതാണ്. അതിനെനിക്ക് പറയാനുള്ളത്, പുറത്തുനിന്ന് നമുക്കിപ്പോൾ ഒരു 10,000-15,000 റേഞ്ചിൽ ആൻഡ്രോയിഡ് സിസ്റ്റങ്ങൾ കിട്ടും, അവൈലബിൾ ആണ്. ഇതിൽ നല്ല ഫീച്ചേഴ്സ് കിട്ടും. പക്ഷേ ഈ ഒരു ഫിനിഷിങ്ങോടുകൂടി ഈ ലുക്കിൽ നമുക്ക് ഇരിക്കുന്ന സിസ്റ്റംസ് വളരെ കുറവാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ്. കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ പുറത്തുനിന്ന് ആൻഡ്രോയിഡ് സിസ്റ്റം വയ്ക്കാം. പക്ഷേ ഈ ഫിനിഷിങ് നിങ്ങൾക്ക് മാരുതിയുടെ സിസ്റ്റത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Pani pama gama pa, saga sani pani pama gama ga saga ma takar takar tak jim takar takar tak.